പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹ വന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 16-ാം വചനവും 27-ാം വചനവും നമുക്ക് വായിക്കാം. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന്. ആമേൻ. അടുത്തതായി 27-ാം വചനം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. രണ്ട് ചോദ്യങ്ങളെ കുറിച്ച് നാം ഇവിടെ വായിച്ചു. മാത്യു chapter 19 verse 16 and 27. Just then a man came up to Jesus and asked, Teacher, what good thing must I do to get eternal life? And 27. Peter answered him, We have left everything to follow you. What then will there be for us? അതെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പലരുടെ ഉള്ളിൽ നിന്നും വരുന്നൊരു ചോദ്യമാണ്. രണ്ട് ചോദ്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാ: നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? എറ്റേണൽ ലൈഫ് പ്രാപിക്കുവാൻ ഞാൻ ഇനി ഏത് ബുദ്ധിയാ ചെയ്യേണ്ടത്? അപ്പോൾ യേശു പറയുന്നു, ആമേൻ, സ്തോത്രം. യേശു കുറച്ച് കൽപ്പനകളെ കുറിച്ച് പറയുകയാണ്. 18-19 വചനങ്ങളിൽ കൽപ്പനകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഈ കൽപ്പനകളെ ഒക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനോട് 21-ാം വചനം, സൽഗുണപൂർവനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് അനുഗമിക്ക എന്ന് പറഞ്ഞു. എന്നാൽ 22-ാം വചനം, യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. ചോദ്യത്തിന് അടിസ്ഥാനപരമായ ഉത്തരമായ യേശു നൽകിയത്. ചോദ്യം നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? അപ്പോൾ യേശു കൽപ്പനകളെ കുറിച്ച് ആദ്യം പറയുന്നു, അദ്ദേഹം അത് ചെയ്തു വരുന്നു എന്ന് പറയുന്നത് കൊണ്ട് യേശു അടുത്ത് പറയുന്നു, നീ സൽഗുണപൂർവനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എങ്ങനെ നന്മ ചെയ്യണമെന്നാ യേശു പറഞ്ഞു കൊടുക്കുന്നത്. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. അതിന്റെ അർത്ഥം സ്വർഗത്തിൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയായി തീരും. എന്നാൽ വളരെ സമ്പത്തുള്ള മനുഷ്യനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പലരും ഇതുപോലെ തന്നെയാ. സ്വർഗരാജ്യത്തിൽ പോകണം, നിത്യജീവനെ പ്രാപിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ദൈവ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്. ദൈവമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്തോത്രം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ, ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ സ്തോത്രം നന്മ ചെയ്യുന്നവരായി നമുക്ക് മുന്നേറാം. എങ്കിൽ നമുക്ക് നിത്യജീവനെ പ്രാപിക്കുവാനും സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ട്. സ്വർഗത്തിലെ നിക്ഷേപത്തിന്റെ പ്രത്യേകത, അവിടെ സ്തോത്രം പുഴുവോ തുരുമ്പോ യാതൊന്നുമില്ല, കള്ളന്മാരോ കൊള്ളക്കാരോ യാതൊന്നുമില്ല. ഈ ഭൂമിയിൽ നാം എത്ര നിക്ഷേപങ്ങൾ സ്വരൂപിച്ചാലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ രാജ്യത്തിൽ എന്നേക്കും ആ നിക്ഷേപം ഉണ്ടായിരിക്കും. നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാനിടയായി തീരും. എന്നാൽ അടുത്ത 27-ാം വചനത്തിൽ പത്രോസ് യേശുവിനോട് ചോദിക്കുക, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. അത് മറുഭാഗത്ത് സ്തോത്രം എല്ലാം യേശുവിന്റെ നാമനിമിത്തം, എല്ലാം പൗലോസിന്റെ ഭാഷയിൽ പറയുമ്പോൾ ചത്തൊന്നും ചവറൊന്നും എണ്ണിക്കടന്നു വരുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിന് വേണ്ടി സകലവും ഉപേക്ഷിച്ച് യേശുവിനെ മാത്രം നോക്കി യാത്ര ചെയ്യുന്നവരാണ് ഈ ശിഷ്യന്മാർ. വലയും പടവും ഒക്കെ വിട്ട് യേശുവിന്റെ പിന്നാലെ ഇവരുണ്ട്. എപ്പോഴും യേശുവിനെ അനുഗമിക്കുകയാണ്. അപ്പോൾ ഈ ശിഷ്യൻ ചോദിക്കുക, കർത്താവേ, ഞങ്ങൾക്ക് എന്ത് കിട്ടും?
ഞങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അപ്പോൾ യേശുവിന് അതിനും ഉത്തരമുണ്ട്. യേശു 28-ാം വചനത്തിൽ പറയുന്നു, എന്നെ അനുഭവിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്ന ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ പ്രതീക്ഷിച്ച ഒരു ഉത്തരമായിരുന്നില്ല യേശു പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ഇന്ന് പലരും അങ്ങനെയാണ്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിന് വേണ്ടി എല്ലാം സഹിക്കുന്നില്ലേ, എല്ലാം ആമേൻ വിട്ട് കടന്നു വന്നില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടും കർത്താവ്? ഞങ്ങൾക്ക് വീണ്ടും ഇരട്ടിയായി നന്മ നൽകണം, ഞങ്ങൾക്ക് വീണ്ടും ഇരട്ടിയായ അവകാശങ്ങൾ നൽകണം. മാനുഷികമായ ലൗകികപരമായ കാര്യങ്ങളാ നാം പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവ് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി കർത്താവ് പറയുന്നു, നിങ്ങൾ ന്യായം വിധിക്കുന്നവരായി മാറും. അടുത്ത 29-ാം വചനം, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെ എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. ഇവിടെ പറയുന്ന കാര്യം നിത്യജീവന. രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരമായി യേശു പറയുന്നത് നിത്യജീവന്റെ കാര്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും മുൻപന്മാർ പലർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. ഈ ഭാഗമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാം യേശുവിന് വേണ്ടി അവൻ ഇറങ്ങി തിരിച്ച സമയത്തുള്ള ആദ്യ സ്നേഹവും ആദ്യ വിശ്വാസവും ആദ്യ ഭക്തിയും ആദ്യ തീക്ഷ്ണതയും ആദ്യ സ്നേഹവും കുറഞ്ഞു പോകുമ്പോഴാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ മുൻപന്മാർ പലർ പിൻപന്മാരാകും, പിൻപന്മാർ മുൻപന്മാരുമായി തീരും. എന്നാൽ അവൻ 2 ചോദ്യങ്ങൾ നാം പഠിക്കുമ്പോൾ എല്ലാം സമ്പത്തും ഉള്ള ആൾക്കും നിത്യജീവൻ പ്രാപിക്കണം, എന്നാൽ അവൻ യേശു പറഞ്ഞതുപോലെ ചെയ്യുവാൻ തനിക്ക് മനസ്സില്ല. താൻ ആ വചനം കേട്ട് ദുഃഖിച്ചു പെട്ടളഞ്ഞു. ഈ വചനം കേൾക്കുമ്പോഴും നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല, മനസ്സ് മടുക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ തിരുവായ് മൊഴികളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അത് നാം അനുസരിക്കുമെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ നിത്യജീവനെ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. എത്ര നാം കൽപ്പനകളെ പ്രമാണിച്ചാലും പുറമെയുള്ള ഭക്തിയോട് ജീവിച്ചാലും യേശു ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള പ്രവൃത്തികളും ആമേൻ, സ്തോത്രം, ജീവിത രീതികളും നമ്മിൽ നിന്ന് പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ അതൊക്കെ കഴിയുമ്പോഴാ പാപ്പൻ പത്രോസ് ചോദിക്കുന്നത്, അപ്പൊ ഞങ്ങൾ ഇതൊക്കെ വിട്ടിട്ടല്ലേ വന്നത്, ഞങ്ങൾക്ക് എന്താ ദൈവം തരുന്നത്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൈസ് ദി ലോർഡ്. അപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ അവൻ എന്നെ അനുഗമിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും, 100 മടങ്ങായി നിങ്ങൾക്ക്. അതായത് യേശു അവിടെ ഉദ്ദേശിച്ചത് വീണ്ടും സഹോദരിമാരെ ലഭിക്കുമെന്നല്ല, അവർ അനേക ആത്മാക്കളെ നേടുന്നവരായി മാറും. നമുക്കറിയാം, അതിനുശേഷം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാരൊക്കെ അവരുടെ വാക്കുകൾ കേട്ട് അനേകർ 3000 പേർ 5000 പേരൊക്കെ യേശു വിശ്വസിച്ചു. അനേകർ അവരെ അനുഗമിക്കുന്നവരായി നമുക്ക് കാണുവാനിടയായി തീരും. അല്ലെ, ഇന്നും അവർ എഴുതിയ ലേഖനങ്ങൾ നാം പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ യേശുവിലേക്ക് തിരിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം. അതുപോലെ ന്യായം വിധിക്കുന്നവരായി മാറും. അപ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ദൈവം നമുക്ക് തരുവാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നാം പ്രതീക്ഷിക്കുന്ന മറുപടികളായിരിക്കില്ല ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നാം പ്രതീക്ഷിക്കുന്നത് ഒന്നായിരിക്കാം, ദൈവം പറയുന്നത് ഒന്നായിരിക്കാം. ഏതായാലും ദൈവഹിതത്തിനായി നമ്മെ തന്നെ വിധേയപ്പെട്ട് സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായി നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയായി തീരും. ദൈവമക്കളെ, നമ്മുടെ നിത്യജീവനായിരിക്കണം, എറ്റേണൽ ലൈഫ് ആയിരിക്കണം. ഈ ജീവിതം ഇവിടെ കഴിഞ്ഞു പോകും. സ്തോത്രം. ഇത് ഇളക്കമുള്ള രാജ്യമാണ്. ലേഖനത്തിൽ വായിക്കുന്നു, ഇളക്കമില്ലാത്ത രാജ്യത്തിൽ നാം പ്രവേശിക്കേണ്ടതിന് ഭയത്തോടും ഭക്തിയോടും ദൈവത്തെ ആരാധിക്കുക, യേശുവിനെ സേവിക്കുക. ഈ നാളുകളിൽ ഈ വചനപ്രകാരം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് അനേകർക്ക് കർത്താവെ സ്തോത്രം ഇവിടെ ചോദ്യമാണല്ലോ കർത്താവെ. യേശുവേ സ്തോത്രം, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങളെല്ലാം വിട്ടുകളെ അങ്ങയുടെ വഴി പിന്തുടരുന്നുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതുപോലെ നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കോമൺ ക്വസ്റ്റ്യൻസ് ആണ് കർത്താവെ. അങ്ങയുടെ ഉത്തരങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധിച്ചു കർത്താവെ. നാളുകളിൽ അങ്ങയുടെ ഹിതമനുസരിച്ച് അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങേക്ക് പ്രസാദമുള്ള ഒരു ജീവൻ നയിക്കുക ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിത്യജീവനെ കർത്താവെ നൽകാമെന്നുള്ളതാണല്ലോ അങ്ങയുടെ ഏറ്റവും പരമപ്രധാനമായ വാഗ്ദത്തം. ആ വാഗ്ദത്തം ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.